സ്കിൻ ഒട്ടും ശ്രദ്ധിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് നമുക്ക് സ്കിൻ ഡള്ളായി ഡാമേജ് ആയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സ്കിന്നിൻ്റെ ഗ്ലോ ഉണ്ടല്ലോ അത് തിരിച്ചു കൊണ്ടുവരാനും കുറേ നാൾ കൊണ്ട് നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തത് കാരണം ഡള്ളായിരിക്കുന്ന നമ്മുടെ സ്കിന്നിന് ഒന്ന് ജീവൻ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ക്ലീനപ്പ് റുട്ടീനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒത്തിരി ഞാൻ നിങ്ങളെ ഒരിക്കലും കഷ്ടപ്പെടുത്താറില്ലല്ലോ. വളരെ സിമ്പിളായിട്ട് വെറും 2 സ്റ്റെപ്സിലാണ് നമ്മൾ ഫുൾ ക്ലീനപ്പ് റുട്ടീൻ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും സ്നേഹത്തോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്കിൻ നന്നായിട്ട് നമ്മുടെ മുഖം ക്ലീൻ ചെയ്യണം, കൈയും ക്ലീൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ക്ലീനപ്പ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. കുറച്ച് പാൽ, 2 സ്പൂൺ പാൽ മാത്രമാണ് ടോട്ടലി നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് നുറുക്ക് ഐറ്റംസും കൂടെ വേണം, അതില്ലാതെ പറ്റൂലല്ലോ. ഓക്കെ, നമുക്ക് പാൽ ആദ്യം 1 സ്പൂൺ പാലെടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് കൈ കൊണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പഞ്ഞി, കോട്ടൺ ബോൾ ഉണ്ടല്ലോ, അത് വെച്ചും നമുക്കിങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ക്ലെൻസറാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓൾറെഡി ഞാൻ കൈയും മുഖമൊക്കെ തന്നെ ഫേസ് വാഷും സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴുകിയിട്ടാണ് വന്നത്. അതിനുശേഷമാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. എപ്പോൾ ചെയ്താലും അത് കോംപ്രമൈസ് ചെയ്യരുത്. കാരണം അഴുക്കുള്ള സ്കിന്നിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നന്നായിട്ട് വൃത്തിയാക്കുക. പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ പൊടിയും അഴുക്കും എല്ലാം പോകണം. പിന്നെ മേക്കപ്പ്, ചെറിയ ഡേർട്സ്, പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടാണ് ഈ ഒരു ക്ലെൻസിങ് സ്റ്റെപ്പും കൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഡീപ്പ് ക്ലീൻ നമ്മുടെ ഫേസിന് കൊടുക്കും. കാര്യം നമ്മൾ ക്ലീനപ്പ് ആണല്ലോ ചെയ്യുന്നത്. ആ ഒരു ഡീപ്പ് ക്ലീനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഫസ്റ്റ് നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കോട്ടൺ ബോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്തിട്ട് അത് വെച്ച് തന്നെ വൈപ്പ് ചെയ്താൽ മതി. ഞാനിങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നന്നായിട്ടൊരു മസാജ് കൊടുത്ത് നമ്മുടെ ആ മേക്കപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി പടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഇത് പുറത്ത് കൊണ്ടുവരും. അതിനുശേഷം ഒരു കോട്ടൺ ബോൾ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. കഴുകുമ്പോൾ പോകുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോട്ടൺ ബോൾ വെച്ച് വൈപ്പ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുമ്പോൾ ഏറ്റവും സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് പതിയെ ചെയ്താൽ മതി. കോട്ടൺ ബോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നനച്ചതിന് ശേഷം വൈപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ആ ഡേർട്സും പൊല്യൂഷൻസും എല്ലാം നമ്മുടെ ഇതിലോട്ട് വരും. പിന്നെ ഞാൻ ഈ എക്സ്പ്രഷൻ ഇടുന്നത് എന്താ വെച്ചാൽ എനിക്ക് പാലിൻ്റെ മണം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും സ്കിന്നിന് വളരെ നല്ലതായതുകൊണ്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് നല്ല തണുത്ത വെള്ളത്തിൽ ഇത് മുഴുവനും ചെയ്തതിന് ശേഷം കഴുകിയാൽ മതി. ഇതൊക്കെ പൊക്കോളും. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് പാല് തന്നെയാണ് ഒരു ബൗളിലെടുത്തത്. അതിലോട്ട് കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി ഞാനിതുപോലെ പൊതിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത തവണ യൂസ് ചെയ്യാം. കെട്ടാതിരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാം. മോസ്റ്റ്ലി എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടാറുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. കൈ വെച്ച് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ തന്നെ മിക്സായി വന്നോളൂ. സ്പൂൺ എടുക്കാനൊക്കെ ഉള്ള മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു മിക്സ്ചർ നമ്മുടെ സ്കിന്നിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ഇവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കുള്ള നമ്മുടെ ക്ലീനപ്പിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് ഇവിടെ മുതലാണ്. നമ്മൾ ക്ലെൻസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബേസിക്കാണ്. നമ്മൾക്ക് എല്ലാ സ്റ്റെപ്പിലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ആ സ്കിന്നിൻ്റെ ഗ്ലോ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ്. സോ ഈ ഒരു മിക്സ്ചർ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വെച്ച് തന്നെയാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ മസാജും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ ഫേഷ്യലിനെക്കാളും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഫേഷ്യൽ എന്ന് പറയുമ്പം 2-3 സ്റ്റെപ്സും കൂടെ വരും. നല്ല രീതിയിൽ മസാജൊക്കെ കിട്ടും. പൊതുവേ പാർലറിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നല്ലൊരു മസാജും കൊടുക്കുന്നുണ്ട്, സ്ക്രബിങ്ങും ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാലും കോഫിയും തമ്മിലുള്ള മിക്സ്ചർ ഒരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ വന്നിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലീനപ്പ് റുട്ടീനാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ വരികയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് റിപ്പയർ ചെയ്യാനും ഒരു പുതിയ ഗ്ലോ ഒക്കെ കൊണ്ടുവരാനും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു റുട്ടീൻ, ക്ലീനപ്പ് റുട്ടീൻ. പിന്നെ ഞാൻ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോപ്പർ മസാജ് റുട്ടീൻ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അതും കൂടെ ചെയ്ത് കാണിക്കാം. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ എന്തോ ഹാർഡായിട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളിപ്പോൾ പാലും
ഈ കോഫി പൗഡർ ഇട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ട് സ്കിന്നിലോട്ട്. കോഫി പൗഡറിലെ അത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് ഡാമേജ് ആയ സെൽസൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ന്യൂ ലുക്ക് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സംഭവം, നമ്മുടെ ഈ ഒരു പാല് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ആ മോയ്സ്ചറൈസേഷൻ കിട്ടുമ്പോൾ തന്നെ സ്കിൻ നന്നായിട്ട് ഒരു പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ തോന്നും. അത്രയും അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് വർക്കാവും. പാല് ഏതെങ്കിലും ആർക്കെങ്കിലും സെറ്റ് ആവാതെ ഉണ്ടെങ്കിൽ പാല് മാറ്റിയിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഞാനൊരു 10 മിനിറ്റൊക്കെ വെച്ച് മസാജൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്യാണ്. വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കോട്ടൺ ബോൾ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് തലേ ദിവസം ചെയ്യാൻ നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഒന്നും ചെയ്യേണ്ട കേട്ടോ. കാര്യം പാലിൽ ഓൾറെഡി നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ട്. നിങ്ങൾക്കത് മുഴുവനും പോയി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെറിയൊരു ലൈറ്റ് മോയ്സ്ചറൈസർ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂപ്പർ അമേസിംഗ് ആയിട്ടുള്ള നമ്മുടെ ക്ലീനപ്പ് റുട്ടീൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.